friends, welcome to Sri's Kids World. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും റെസിപ്പിയാണ്. ചോക്ലേറ്റ് പോലുള്ള ഐറ്റംസ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് വിശ്വസിച്ച് അവർക്ക് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിനായി നമുക്ക് വേണ്ടത് 8 സ്പൂൺ കോക്കനട്ട് ഓയിൽ, 5 സ്പൂൺ മിൽക്ക് പൗഡർ, 3 സ്പൂൺ പൗഡേർഡ് ഷുഗർ അഥവാ പൊടിച്ച പഞ്ചസാര. നിങ്ങൾ എത്ര അളവാണോ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത് അതിൻ്റെ പകുതി മതി പൗഡേർഡ് ഷുഗർ. എന്നാൽ കോക്കനട്ട് ഓയിലിൻ്റെ 1/4 ഭാഗത്തോളം മിൽക്ക് പൗഡർ എടുക്കുക. ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക. അതിന് മുകളിലായി ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കോക്കനട്ട് ഓയിലുമായിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് മെൽറ്റാകണം. പഞ്ചസാര നന്നായി തന്നെ അലിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറണമെന്നൊന്നുമില്ല. നമുക്ക് മോൾഡിലേക്ക് നേരിട്ട് തന്നെ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ബാറിൻ്റെ മോൾഡാണ്. നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെറ്റ് ആവാനായി 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വയ്ക്കാം. ഇനി നമുക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതും ഇതുപോലെ സെയിം ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. മിൽക്ക് ചോക്ലേറ്റിനായിട്ട് നമ്മൾ ഇതേ സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് കൊക്കോ പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിലിവിടെ ഞാൻ കോക്കനട്ട് ഓയിലും കൊക്കോ പൗഡറും പൊടിച്ച പഞ്ചസാരയും ഒരേ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനിവിടെ 8 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും 8 സ്പൂൺ തന്നെയാണ്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. പഞ്ചസാര നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ 8 സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ച ശേഷം ടാപ്പ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് 1 അവർ റെഫ്രിജറേറ്ററിൽ വയ്ക്കാം. ഇപ്പോൾ 1 അവറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വൈറ്റ് ചോക്ലേറ്റ് ആണിത്. നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അമ്മ അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇനി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് നോക്കട്ടെ. ഇത് നല്ല അടിപൊളിയാണ്, സൂപ്പർ. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കേ വേണ്ട, ഇത് സൂപ്പറാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.